ഹായ് ഓൾ, ദായന്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ചരിത്രപ്രധാനമായ സ്ഥലത്തെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മൾ മൂന്നാറിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ വിശേഷങ്ങളാണ് പറയുന്നത്. വട്ടവിട ഗ്രാമം. ഈ കാണുന്നതെല്ലാം ഗ്രാമത്തിലെ ചെറിയ ചെറിയ വീടുകളാണ്. പോണ വഴിയെല്ലാം കുറേ ചൊക്കന്മാരിരിപ്പുണ്ട്. തിന്നാൻ വല്ലതും കിട്ടുമെന്നാണ് ഇവന്മാർ നോക്കുന്നത്. മനസ്സിൽ പറഞ്ഞാണ് എച്ചിക്കൂട്ടങ്ങൾ ഒരു വകയും തന്നില്ല എന്ന്. അവിടെ നിന്ന് നമ്മൾ നേരെ ഗ്രാമത്തിലോട്ട് പോയി. പൂവ് കണ്ടപ്പോഴത്തേക്ക് ദേവോൾ അവളുടെ ശൃംഗാരവും കൊഞ്ചലും ഇതെല്ലാം പുറത്തെടുത്ത് അഭിനയിച്ചങ്ങ് തകർക്കുകയാണ്. കാറ്റടിച്ചപ്പോൾ ദാ ഇത് കറങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ അവർ തോട്ടത്തിലോട്ടാണ് പോയത്. തടി വെച്ചുണ്ടാക്കി ഈ പാലത്തിൽ കൂടെയാണ് പോണത്. ഈ കുട്ടികളെയും കുറുമാലികളെയൊക്കെ വലിച്ചുകൊണ്ട് പോണത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. പിന്നെ എടുത്തുകൊണ്ടൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. ശ്രുതിയും കൂടെ ഉണ്ട്. ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചതാണ് തോട്ടം. അതിനിടയിൽ ബീട്രൂട്ട് ചെടി കണ്ടപ്പോഴത്തേക്ക് ഞാൻ പോയി തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബീട്രൂട്ട് ചെടി. ഈ ചേച്ചിയുടേതാണ് ഈ തോട്ടം. ചേച്ചി ബീട്രൂട്ടൊക്കെ പറിച്ച് കഴുകി പറക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലോസപ്പ് പുഞ്ചിരിയായിട്ട് നിൽക്കുന്നത് വേറൊന്നുമില്ല, മല്ലിയില കണ്ടുകൊണ്ടാണ്. അതിനെ തൊട്ടും തടവിയൊക്കെ നോക്കണുണ്ട്. ഈ ഉഴുതു മറിച്ചിട്ടേക്കണതെല്ലാം സ്ട്രോബെറി നടാനാണ്. ഇവർക്ക് വേറെയും തോട്ടങ്ങളുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഇത് പിന്നെ പറയണ്ടല്ലോ. ഇതാണ് ക്യാബേജ്. നല്ലതൊക്കെ ഇവർ നേരത്തെ പറിച്ചു കഴിഞ്ഞ്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് എത്തിയത്. ഇതാണ് നമ്മ പറഞ്ഞ സ്ട്രോബെറി ചെടി. ഈ കാണുന്നതെല്ലാം സ്ട്രോബെറി ചെടി. സ്ട്രോബെറി എല്ലാം അവർ നേരത്തെ പറിച്ച് കഴിഞ്ഞ്. ഒരു സ്ട്രോബെറി എനിക്ക് കിട്ടി. ഞാൻ പുളിപ്പാണെന്ന് വിചാരിച്ച് കട്ട എക്സ്പ്രഷനൊക്കെ ഇട്ട് നിന്നാണ് തിന്നത്. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി. ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു, പുളിപ്പ് കുറവായിരുന്നു. ഇത് അവർ പറിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ദായ് എത്തിപ്പിടിക്കുന്നത് വേറൊന്നുമല്ല. സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ ദായിന് അമൃതാണ്. നിന്ന് കറങ്ങി കറങ്ങി 1 കിലോയോളം അകത്താക്കി കാണും. മരുന്നൊന്നും അടിക്കില്ല, ജൈവമാണെന്നാണ് ഇവർ പറയണത്. എന്തായാലും ഞങ്ങളതൊക്കെ വാങ്ങി കഴിച്ചു. ഞങ്ങൾ 3 മാസം കഴിയുമ്പോൾ വിളവെടുക്കും. ഇതിന് പ്രത്യേകമായ സീസണൊക്കെ ഇല്ല. നമ്മൾ തൈ വയ്ക്കുന്നത് പോലെ ഇതിന് സീസൺ. തണുപ്പ് എത്രത്തോളം ഉണ്ടാകുന്നു അത്രത്തോളം സ്ട്രോബെറി ഉണ്ടാകും. ഇത് വളമൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ ചാണകവും കുമ്മായപ്പൊടിയും ഇട്ട് ആദ്യം ഉഴുതിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഷീറ്റ് വിരിക്കും. ഷീറ്റ് വിരിച്ച് 15 ദിവസത്തിൽ അതിൽ ഞങ്ങൾ ഓട്ടയെടുത്ത് വിട്ടിട്ട് അതിന് ഒരു കുമ്മായപ്പൊടിയും ചാണകവും മാത്രമേ ഇടത്തുള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ ഒരു കെമിക്കലില്ല, വേറെ ഒരു വിഷവും ഇല്ല. വിഷവും അടിക്കത്തും ഇല്ല. ഓർഗാനിക്കാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. വേറെ ഇതല്ലാതെ സ്ട്രോബെറി അല്ലാതെ എന്തൊക്കെ? സ്ട്രോബെറി അല്ലാതെ ഞങ്ങൾ 3 മാസം കഴിയുമ്പോൾ ഓരോ കൃഷി ചെയ്യും. ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ബ്രക്കോളി ഉണ്ട്. എല്ലാ കൃഷിയും 3 മാസം കഴിയും തോറും ഓരോ കൃഷി ചെയ്തുകൊണ്ടായിരിക്കും. ഇതാണ് അവരുടെ കട. 1 കിലോ വാങ്ങാമെന്ന് വിചാരിച്ച് പോയി 1/2 കിലോ ആക്കി. കാരണം വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അഴിയെങ്ങാനും പോയാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ബീട്രൂട്ടും വാങ്ങിച്ചു. ഇനി ഒരാഴ്ചത്തേക്ക് ഞാൻ ഇതൊക്കെ അവിച്ചും തോര വെച്ചൊക്കെ കൊടുക്കും, നോക്കിക്കും. ഈ മാമനാണ് ഇവിടെ കൃഷിയൊക്കെ ചെയ്യണത്. ഈ മാമൻ്റെ മോളാണ് നേരത്തെ കണ്ട ആ ചേച്ചി, രമണി. സ്ട്രോബെറി ഇവിടെ വരുന്നവർക്ക് തന്നെയാണ് വിൽക്കണത്. എക്സ്പോർട്ടിംഗ് ഒന്നുമില്ല. പിന്നെ സ്ട്രോബെറിയുടെ ജാമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അത് ഒരു ബോട്ടിലിന് 100 രൂപയാണ്. ഞങ്ങളതൊക്കെ വാങ്ങിച്ച്. ഈ നടന്നു വരേണ്ടതാണ് ഈ ഗ്രാമത്തിലെ സിമ്പിളന്മാർ. എവിടെ പോണേണെന്ന് അറിഞ്ഞൂടാ. അവിടെ നിന്ന് സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പോണ വഴി ഈ കാണുന്നതെല്ലാം ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. ഇവിടെ ഇറങ്ങരുത്, ഫോട്ടോ എടുക്കരുത് എന്നൊക്കെയാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് പറഞ്ഞൊക്കെ വിട്ടത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാനും ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയില്ല. കാരണം അവരെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോകണുണ്ട്. കണ്ടാൽ നല്ല പെറ്റി അടിച്ച് കൈ തരും. ഇത് കണ്ട, ഇതാണ് കോട. കണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ like, share and subscribe. Bye.